ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്ന് എവിടെ പോവാ കുട്ടപ്പയ്യെ? പതുക്കല്ലേ ശരിക്കും പറയും. എന്റെ ബുക്കും എന്തൊക്കെ മേടിക്കാൻ? ബാഗ്, കൊട, നോട്ട്ബുക്ക് ഇതൊക്കെ മേടിക്കാൻ വേണ്ടി പോവാണ്. അങ്കമ്പട്ട് തുടങ്ങയില്ലേ? സ്കൂള് തുറന്നു, അങ്കമ്പട്ട് തുടങ്ങി. ഇന്നലെ അല്ലേ കൊട? ഏതാ? ഒക്കെ ഇനിയിപ്പോ അവിടെ പോയിട്ട് ഓരോന്ന് മേടിക്കാം. ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല കേട്ടോ പോണത്. അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മേടിക്കാന്ന് വിചാരിച്ചിട്ട് പോവുക. കുറെ ബാഗിന്റെ പേരും പിന്നെ ഈ കുപ്പിയുടെ പേരൊക്കെ ഇറങ്ങിയിട്ടില്ല അല്ലേ? ബാഗ് പറഞ്ഞ പുതിയത് പാപ്പർ കിട്ടിയതുണ്ട്. അപ്പൊ ബാഗ് ക്യാൻസൽ. അപ്പൊ നമുക്ക് കൊട മേടിക്കണം. അപ്പൊ നമുക്ക് ആറങ്ങോട്ടേക്കാ പോണത്. അവിടെ തന്നെയാണ് PVK എന്നാണ് മേടിക്കണത്. അപ്പൊ നമുക്ക് പോവാ. എനിക്ക് 2-3 സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പൊ നമ്മുടെ പിള്ളേരില് അതൊക്കെ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. മഴ വരുമ്പോഴേക്കും നമുക്ക് പോയിട്ട് മേടിച്ചിട്ട് വരാം. ഏട്ടവിടെ ഇരിക്കുന്നുണ്ട്. ഏട്ടാ പോയിട്ട് വരാം. ക്ലിയർ കുറവാ അവിടെ. എന്ത് ഈ കാണിക്കുന്നു? അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ഏട്ടാ ഇന്നലെ ഏട്ടന് ടെക്സ്റ്റ് ബുക്കൊക്കെ പോയി മേടിച്ചു കൊടുന്നു സ്കൂളിൽ പോയിട്ട്. അപ്പോൾ കുട്ടപ്പായുടെ 3ാമത്തെ ടീച്ചർ ചോദിച്ചത്ര കുട്ടപ്പായ അവിടെ എന്താ പണിയുന്നത് കളിക്കാണ് പറഞ്ഞു. അപ്പൊ ഞാനും പച്ച ചുരിദാറും പ്ലെയിൻ പച്ച ചുരിദാറും യെല്ലോ ഷാളാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി പോയി വരാം. മുറ്റത്ത് നിറയെ തുണികൾ തോരട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇനി ഇതിവിടെ ഇട്ട് പോയി കഴിഞ്ഞാൽ മഴ കൊണ്ടെല്ലാം നനയും എന്നുള്ള പേടി കൊണ്ട് ഞാനതൊക്കെ എടുത്തിട്ട് ഏറെത്തേക്ക് ഇടുകയാണ്. ഒരുവിധം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഉണങ്ങാണു. അങ്ങനെ വണ്ടിയിൽ കയറിയിട്ട് ഞങ്ങൾ 3 ആളും കൂടിയിട്ട് ആറങ്കോട്ടൻ ലക്ഷ്യം ഇട്ടിട്ട് പോവുകയാണ്. അപ്പോൾ കുട്ടമ്പായി ഇങ്ങനെ ഓരോന്ന് ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോ സാധനങ്ങൾ മേടിക്കണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ബംഗാളി ചേട്ടന്മാർ നമ്മുടെ പുല്ലരിയാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവരവിടെ പണിക്ക് നിൽക്കണതാണ് കേട്ടോ. ഇവിടെ വീടൊക്കെ എടുത്തിട്ട് അവിടെ താമസിപ്പിച്ചിരിക്കുക. നമ്മുടെ ആനക്കോട്ടയിലേക്കൊക്കെ പുല്ല് കൊണ്ടുപോകണ ഒരു ഏരിയ ആണ്. ഇവിടെ നിന്നൊക്കെയാണ് ആനക്കോട്ടയ്ക്ക് പുല്ല് കൊണ്ടുപോകണം എന്നൊക്കെ പറയണത് ആൾക്കാർ. അപ്പോൾ അതാ നമ്മുടെ പുല്ല് കൃഷിയൊക്കെ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ റോഡിൻ്റെ സൈഡ് കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പുൽകൃഷി ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ ഇവിടെ വന്നിട്ട് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നല്ലൊരു കാര്യമാണ്. കാണാനും നല്ല രസമല്ലേ ഇവിടെയൊക്കെ. അങ്ങനെ അതാ PVKയിലേക്ക് ഞങ്ങൾ എത്തി. കുട്ടികൾക്കുള്ളതല്ല കുട്ടപ്പായ്ക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. ഇവിടെ തന്നെയാണ് കേട്ടോ കുട്ടപ്പായ്ക്ക് എല്ലാ കൊല്ലവും സാധനങ്ങളൊക്കെ മേടിക്കാറുള്ളത്. അങ്ങനെ അതാ സെലക്ഷൻ തുടങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. കുട്ടപ്പായി ഏതേത് എടുക്കേണ്ടതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാഗൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ബാഗൊന്നും നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങ ഇല്ല ഇക്കൊല്ലം. അപ്പോൾ അതുകൊണ്ട് ബാഗ് എടുക്കണില്ല. കഴിഞ്ഞ കൊല്ലം അവരെ നല്ലൊരു സ്കൂബിയുടെ ബാഗ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പുതിയ ബാഗ് ഇരിക്കുന്നുണ്ട്. കുമാറിന് കിട്ടിയതാ. അങ്ങനെ അതാ ബുക്കിൻ്റെ സെക്ഷനിലേക്ക് വന്നു. ബുക്കിൻ്റെ സെക്ഷൻ ഏറ്റവും മുകളിലായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബുക്കിൻ്റെ സെക്ഷൻ നോക്കിയപ്പോൾ ബുക്കുകൾ ഓരോന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. വരട്ടതാണോ വരടാത്തതാണോ ഏതാ വേണ്ടത് ഏത് കളറാണ് വേണ്ടത് ഏത് ചിത്രം വേണ്ടത് എന്നൊക്കെ. അപ്പോൾ അവൻ തന്നെ ഓടിയിട്ട് ഏട്ടൻ്റെ ഒപ്പം ഓടി നടന്നിട്ട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കൈ വന്നു കേട്ടോ. നമസ്കാരം. ആ സുഖമായിട്ടിരിക്കുന്നു. അല്ല മൊത്തത്തിൽ ടോട്ടൽ വരുമ്പോൾ ഡിസ്കൗണ്ട് വരും. ടോട്ടൽ ബില്ലിന് ഡിസ്കൗണ്ട്. രണ്ടെണ്ണം ഗായത്രി ഇവിടെ നോക്കി മോളെ. ഹായ് കൊടുക്ക്. നാണക്കേടായി കൊടുക്ക്. ഇത് ഓഫർ ഉണ്ടല്ലേ? ഇത് നമുക്ക് ഓഫറിൽ കിട്ടൂലേ പാത്രങ്ങള്? എത്ര ശതമാനം ഓഫർ? 99. അതെ ഇത് മൊത്തം 99. വലുത് ചോറ് കൊണ്ടുപോകാൻ നമുക്ക് വലുത് വേണം. പിന്നെ ഇതൊക്കെ ഓഫറുകളുള്ള തോന്നുന്നു കേട്ടോ. ഇതാ ഇത്ര വലുപ്പം മതിയാ കുഞ്ഞപ്പാ? അങ്ങനെ ഗായത്രിക്കുട്ടി ഞങ്ങളുടെ കൂടെ നടന്നിട്ട് ഞങ്ങൾക്ക് എല്ലാ സാധനങ്ങൾക്ക് വേണ്ടത് തിരഞ്ഞെടുത്ത് തന്നു കേട്ടോ. നല്ല സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഗായത്രിയുടെ അച്ഛൻ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണ്. ഉണ്ണികൃഷ്ണൻ എന്നാണ് പേര് കേട്ടോ. അപ്പോൾ ഗായത്രി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യണേ. ചേച്ചിയുടെ വലിയൊരു ഹായ് മോൾക്ക്. അച്ഛനോടും പറയണം ഞാൻ അന്വേഷിച്ചു കേട്ടോ. അച്ഛനും വലിയൊരു ഹായ്. അപ്പോൾ ഇതാ കുട്ടപ്പായി ഓരോ പാത്രങ്ങൾ അവൻ്റെ ചോറ് കൊണ്ടുപോകണ പാത്രം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ അച്ഛനമ്മ എന്താണോ മേടിച്ചെന്ന് അത് കൊണ്ടുപോകണതായിരുന്നു പതിവ്. പക്ഷെ ഇപ്പോഴൊക്കെ കുട്ടികൾ സെലക്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു പാത്രങ്ങളൊക്കെ. അങ്ങനെ ഒരുവിധം ചോറ്റുപാത്രം ഇവിടെ സെലക്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തത് വെള്ളം കുപ്പി സെലക്ട് ചെയ്യാം. കഴിഞ്ഞ കൊല്ലം മേടിച്ച കുപ്പിയുടെ ഒക്കെ മൂടൊക്കെ തവിട് പൊടിയായി കേട്ടോ. ഇക്കൊല്ലവും നമുക്കൊരു കുപ്പി മേടിക്കണം. അതിനിപ്പോൾ ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുക.
അപ്പോൾ 2-3 നോക്കി, അതൊന്നും മൂപ്പരാൾക്ക് പറ്റണില്ല. എല്ലാറ്റിനെയും മൂട് പൊട്ടിയിലാണല്ലോ അവൻ്റെ പണി. അപ്പോൾ ഇതാ നല്ല ഉറപ്പുള്ള ഒരെണ്ണം തന്നെ നോക്കിയെടുത്തു. പെട്ടെന്ന് ചളിയാവും. ഇതെടുത്തോ. അടുത്ത് നമ്മൾ നോക്കാൻ പോണത് പുസ്തകം പൊതിയണതാ. എങ്ങനെയൊക്കെ വൃത്തിയിലായിട്ടും ബുക്ക് പൊതിഞ്ഞു കൊടുത്താലും ഒരാഴ്ച കഴിയുമ്പോഴേക്കും അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ കീറിയിട്ട് മൂപ്പരാൾ കൊണ്ടും വീണ്ടും പൊതിച്ചിലിടും. സ്കൂൾ തുറക്കുമ്പോഴേക്കും അതിൻ്റെ ബുക്കിൻ്റെ ചട്ടടക്കം പോന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് കുട്ടപ്പായി. അപ്പോൾ അപ്പോൾ ഞാൻ കൊല്ലം പ്ലാസ്റ്റിക്കിൻ്റെ മതി നമ്മൾ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊതിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കീറാത്തതേ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി എന്താവോ കഥ, അത് നമുക്ക് കണ്ടറിയാൻ തന്നെ വേണം. അങ്ങനെ ഞങ്ങൾ റബ്ബർ, പെൻസില്, പേന ഇതിൻ്റെ സെക്ഷനിലേക്ക് വന്നിരിക്കാം. അപ്പോൾ ഇതിൻ്റെ സെക്ഷനിലേക്ക് വന്നപ്പോൾ മൂപ്പരാൾ ആദ്യം തന്നെ പറഞ്ഞു നോക്കി ചക്രം പോലത്തെ റബ്ബർ വേണമെന്ന്. അങ്ങനെ ചക്രം പോലത്തെ റബ്ബർ മേടിച്ചു. പിന്നെ ഒരു ചക്രം അല്ലാത്തൊരു ചതുരക്കട്ടയായിട്ടുള്ള റബ്ബർ മേടിച്ചു. അങ്ങനെ 2 റബ്ബർ മേടിച്ചു, ഒരു കട്ടർ മേടിച്ചു, ഒരു പെൻസിൽ സെറ്റ് മേടിച്ചു. അത് ഒരാഴ്ചത്തേക്ക് ഉണ്ടാവുള്ളൂ. ഓരോ ദിവസം കൊണ്ടുപോകുമ്പോൾ ഓരോന്ന് കളഞ്ഞിട്ട് വരും. അപ്പോൾ അങ്ങനെ പിന്നെ പെൻസിൽ ചെത്തി കൊടുത്തയച്ചാൽ അവിടെ നിന്ന് വരുമ്പോഴേക്കും പെൻസിലിൻ്റെ നടുവരെ എത്തിയിട്ടുണ്ടാവും. പിന്നെ അപ്പോൾ അവൻ പറഞ്ഞു അമ്മ പേന കൊണ്ടാണ് ഞങ്ങൾക്ക് ഇക്കൊല്ലം എഴുതേണ്ടതെന്ന്. അപ്പം ഞാൻ പറഞ്ഞടാ ഈ പേന നല്ലതാ, ഇത് എടുത്തോന്ന്. അങ്ങനെ അതാ നല്ലൊരു പേനയും വാങ്ങിച്ചു. അപ്പം ഞാനും കാണാതെ 2 പേന മൂപ്പരാൾ കരസ്ഥമാക്കിയിട്ടായിരുന്നു. അങ്ങനെ പേനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗായത്രി കുട്ടി നോക്കി ചിരിക്കുന്നത് കേട്ടോ. അച്ഛനെ വലിയൊരു ഹായ് കൊടുക്ക. മറ്റേ ഗായത്രി 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 തീർത്ത പറഞ്ഞിട്ടേ. ഇതൊന്നും ഇപ്പൊ മേടിക്കണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളപ്പോ ഒന്ന് മേടിച്ചാ പോലെ. അപ്പൊ ഇവിടത്തെ ഒരുവിധം കഴിഞ്ഞില്ലേ? മറ്റേ ഒട്ടിക്കണത് മേടിക്കണ്ടേ, സ്റ്റിക്കർ മേടിക്കണ്ടേ, പേരെഴുതി വേഗം നോക്കുന്നിട്ടാണ് എനിക്ക് കടയിൽ കയറാൻ. കുട്ടപ്പായുടെ ഏകദേശം സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞ് ഇനി പൗച്ചും കൂടി മേടിക്കുള്ളൂ. അപ്പൊ ഇനി ഇവിടെ ഫാൻസിയുടെ ഐറ്റംസ് തുടങ്ങിയിട്ടുണ്ട്, അതിലൊന്നും എനിക്ക് കയറണം. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കോട്ടെ. ഞാൻ അങ്ങനെ ഒരുപാട് ഓർണമെന്റ്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണ ആളല്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി പെണ്ണുങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ വിടില്ലല്ലോ. അവിടെ പോയിട്ട് എനിക്ക് 2-3 സാധനങ്ങൾ മേടിക്കേണ്ടതൊന്ന് മേടിക്കട്ടെ. അപ്പോൾ ഏട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് കണ്ണും തുറച്ചിട്ട്. ഞാൻ എന്തൊക്കെയാണ് മേടിച്ച് കൂട്ടുമെന്ന് ആലോചിച്ചിട്ടാണ് തോന്നുന്നത്. കുട്ടപ്പയ്യ എന്നെ കഴിഞ്ഞോ? ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാം. അവയുടെ കൂടെ നിന്ന് 4ാം ക്ലാസ് ഇന്ന് 4ാം ക്ലാസ് എന്നേ 4ാം ക്ലാസ് പഠിക്കാൻ വേണ്ടി. ഇയാളെ പേരെന്താ കുട്ടപ്പയ്യെ? ആര്? കക്കാശിയും കൂടി ഉണ്ട് കേട്ടോ. കാണിച്ചു കൊടുക്കണ അവന്റെ പോലെ തന്നെ തലേ കഴിഞ്ഞ. അപ്പൊ ഞങ്ങളെ എല്ലാരും കൂടിയിട്ട് കയറിയാലോ നമുക്ക്. അങ്ങനെ കുട്ടപ്പായുടെ ഒരുവിധം പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമുക്കിനി എൻ്റെ പർച്ചേസിങ്ങിലേക്ക് കിടക്കാം. അവിടെ തന്നെ PVKയുടെ ഫാൻസി ജ്വല്ലറി ഉണ്ട്. അപ്പോൾ അവിടെ കയറി കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞു, എല്ലാ ഐറ്റംസും ഇവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ അന്ന് ഇക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാ പണി കഴിയൊക്കെ ഈ ഐറ്റംസൊക്കെ എന്നാ വരികയെന്ന്. അപ്പോൾ എല്ലാം ശരിയാക്കാൻ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി നോക്കിയപ്പോൾ ഒരുപാട് ഐറ്റംസ്, മാലകൾ, വളകൾ, കമ്മലുകൾ, സ്പ്രേകൾ, പിന്നെ നമ്മൾ ഈ കല്യാണങ്ങൾക്കൊക്കെ ഫംഗ്ഷനൊക്കെ ഇടില്ലേ അതുപോലത്തെ വലിയ വലിയ മാലകൾ, പിന്നെ ഓണ സെലിബ്രേഷനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല പാലക്ക മാലകൾ, എല്ലാ ഐറ്റംസും ഉണ്ട്. കളറ് പോവാത്ത ഒരുപാട് ഐറ്റംസ്, കുഞ്ഞു കുഞ്ഞു കമ്മലുകളും വലിയ വലിയ കമ്മലുകളും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നോക്കി ഞാനിങ്ങനെ ആസ്വദിച്ചു. ഞാനിതിങ്ങനത്തെ സംഭവമൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്കിതൊക്കെ കാണാൻ ഇഷ്ടമാണ് കേട്ടോ. ഇതേപോലെ തന്നെ ഞങ്ങളെ ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ സോന ചേച്ചിയിലേട്ടാ, സോന ചേച്ചിയുടെ കടയുടെ ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ടായിരുന്നു. അവരിതുപോലെ തുണിക്കടയാണ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ ചെറിയ ഫാൻസി ഐറ്റംസുമായിട്ട് അവിടേക്കും പോയിട്ട് ഇതേപോലെ ഒരുപാട് ഐറ്റംസ് ഞാൻ കണ്ട് ആസ്വദിച്ചു കേട്ടോ. ഇവിടെ വന്നപ്പോൾ നമുക്ക് ഏത് കമ്മലുകളാണ് എടുക്കേണ്ടത് എന്നൊരു ഡൗട്ടായി. അവിടെ പോയപ്പോൾ ഞാൻ ചെറിയ ചെറിയ കമ്മലുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ചെറിയൊരു ജിമിക്ക് മേടിക്കാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ കരിമണിമാല കണ്ടപ്പോൾ അത് മേടിച്ചാലോ എന്ന് വിചാരിച്ചു. പക്ഷെ അത് അമ്മേനും കൂട്ടി വന്നിട്ട് മേടിക്കാമെന്നിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചിട്ട്, നമ്മൾ പോയി മേടിച്ചിട്ട് ഇനി ഇഷ്ടമായില്ലെങ്കിലോ. അങ്ങനെ ഒരുപാട് സ്പ്രേ കോപ്പികൾ ഇവിടെ നിരന്നിരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ പിന്നെ കുട്ടപ്പായ്ക്ക് ഏട്ടനും മേടിക്കണ്ടേ, എന്നിട്ട് അവസാനം പറഞ്ഞാൽ മേടിച്ചു എന്നേ. ഈ സാധനമൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. ബെല്ലാവിറ്റയുടെ ഒരുവിധ ഐറ്റംസ് ഒക്കെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ വീടിന് അകത്ത് റാക്കിന്റെ മുകളിൽ നിരന്നിരിക്കുന്നുണ്ട്. ഈ സ്പ്രേകൾ വെക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു സ്ഥലമായ പോലെയാണ് ഇപ്പൊ ആ കുഞ്ഞി റാക്ക് അടിച്ചത്. അങ്ങനെ കുഞ്ഞൊരു സ്പ്രേ 2 ചെറിയ ബോട്ടിൽ, അതിന് എന്താ പേര് പറയാട്ടാ? ചെറിയ ചെറിയ കുപ്പികള് ഉള്ള
ആ സ്പ്രേ റീഫില്ലിംഗ് കുപ്പി മേടിച്ചു 2 എണ്ണം. ഒരെണ്ണം പിങ്കും ഒരെണ്ണം ബ്ലൂവും പിന്നെ ചെറിയൊരു സ്പ്രേയുടെ കുപ്പിയും മേടിച്ചു. അങ്ങനെ 3 എണ്ണം കരസ്ഥമാക്കി നമ്മുടെ കുട്ടപ്പായി. ഒരെണ്ണം എൻ്റെ പേര് പറഞ്ഞിട്ട് മൂപ്പരാളെ അടിച്ച് മാറ്റിയിരിക്കണു. എൻ്റെ പേര് പറഞ്ഞിട്ട് മേടിക്കും, എന്നിട്ട് എനിക്ക് അടിക്കാൻ തരില്ല. അതങ്ങനെ വേറെ കഥ. അങ്ങനെ ഇതാ ജിമിക്കിയുടെ സെക്ഷൻ വന്നപ്പോൾ എനിക്ക് ജിമിക്കി മേടിക്കാൻ ആഗ്രഹം കേട്ടോ. എൻ്റെ കയ്യിലുള്ള ജിമിക്കി ഞാൻ കൊടുത്തതാ ഞെളിഞ്ഞിട്ട്. അപ്പോൾ പിന്നെയാണ് ഞാൻ എൻ്റെ കാതിൽ കിടക്കണ സ്റ്റഡ് മേടിച്ചത് കേട്ടോ. അങ്ങനെ അതായാലും നല്ല നല്ല ജിമിക്കുകളുണ്ട് കേട്ടോ. എനിക്ക് ഈ അടിയിൽ ഇങ്ങനെ ചെറിയ മുത്ത് വരണ ജിമിക്കി നല്ല ഇഷ്ടമാണ്, കല്ലുള്ളത്. അപ്പോൾ അത് മേടിക്കണം വെച്ചിട്ട് ആ ഓറഞ്ച് നോക്കി, പക്ഷെ അത് ഒരുപാട് അങ്ങോട്ട് ഹെവി ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ അതിനൊക്കെ കുഞ്ഞിതുണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയിട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ഇറക്കം കൂടി വേണം, പക്ഷെ ഇത് അത്ര ഇറക്കമില്ലെങ്കിലും കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഒരു ഗ്രീൻ കല്ല് വരണ ഒരു കമ്മൽ എടുത്തു കേട്ടോ. ചെറിയൊരു ജിമിക്കാണ്. അപ്പോൾ കാലം കൊണ്ട് അങ്ങനത്തെ ഒരെണ്ണം പണിയിപ്പിക്കണം ഗോൾഡിൻ്റെ എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഏട്ടൻ വിചാരിച്ചു കഴിഞ്ഞാൽ, മനസ്സറിഞ്ഞ് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് എന്തായാലും പണിയിപ്പിക്കാം ഗോൾഡിൻ്റെ കേട്ടോ. അങ്ങനെ എന്താ കണ്ട ഒരുപാട് ഭരതനാട്യം മോഡൽ ജിമിക്കികൾ, ഇതേപോലെ ഫുൾ കല്ല് വർക്ക് വരുന്ന ജിമിക്കികൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ ആറങ്ങോട്ട് ഭാഗത്തുള്ള കുട്ടികളൊക്കെ ഒന്ന് ഇങ്ങോട്ടൊന്ന് കണ്ണോടിച്ച് നോക്കി നോക്കൂ കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കോളേജ് ഫങ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടേക്ക് നമുക്ക് ഈ ഓണ സെലിബ്രേഷനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല അടിപൊളി കമ്മലുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഒരുപാട് മോഡൽ ഐറ്റംസ് ഒക്കെ ഇടുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കി നോക്കൂ കേട്ടോ. അങ്ങനെ എനിക്ക് പറ്റിയിട്ടുള്ള സാധനം ഞാൻ പറഞ്ഞില്ലേ, അത് ഞാനിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് കണ്ടോ. ഇതാ ഞാൻ വെച്ച് നോക്കി നോക്കാണ് ഭംഗി ഉണ്ടാവുമോന്ന്. ചെറിയൊരു നക്ഷത്ര സ്റ്റഡും പിന്നെ അടിയിൽ ഇങ്ങനെ ചെറിയ മുത്ത് വരുന്ന രീതിയിലാണ് കേട്ടോ. അപ്പം ഞാനത് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് ഇട്ട് കാണിച്ചു തരാം. ചുരിദാർ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ എന്നിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അത് ഷേപ്പ് ചെയ്തിട്ടില്ലയെന്ന്, ഇത് അടിക്കാൻ കൊടുക്കണം. അടിക്കാൻ കൊടുത്ത് വൃത്തിയാക്കിയിട്ട് ഇട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ജിമിക്ക് കയ്യിലാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് അവിടെ ബില്ല് ചെയ്യാൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടേക്ക് വന്നപ്പോൾ ഒരുപാട് വലിയ വലിയ മാലകൾ മുകളിൽ, ഞാൻ പറഞ്ഞില്ലേ വലിയ വലിയ മാലകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് വാടകയ്ക്കും ഇവർ തരുന്നതാണ് പറയണത്. ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാടകയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാടകയ്ക്കും കിട്ടും. പിന്നെ നമുക്ക് ഓരോ സെക്ഷനായിട്ട് മാത്രമല്ല, അത് നമുക്ക് ഒരെണ്ണം വീതം അത് സെറ്റ് ആണെങ്കിൽ കൂടി ഓരോന്നും നമുക്ക് മേടിക്കാനും കിട്ടും കേട്ടോ. ഇവിടെ വന്നപ്പോൾ അത് ഓൺലൈനിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. വിഷ് കെയറിൻ്റെ പ്രൊഡക്റ്റുകൾ, അതേപോലെ തന്നെ മാമാർത്തിൻ്റെ, ലാക്മേയുടെ, അതേപോലെ തന്നെ വൈറ്റമിൻ സി ഐറ്റംസ് ഇല്ലേ നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ ഒക്കെ, ഇത് നല്ല ബ്രാൻഡാണ് കേട്ടോ. മിനിമലിസ്റ്റിൻ്റെ വൈറ്റമിൻ സി ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. സൺസ്ക്രീനുകളുണ്ട്, പിന്നെ നമ്മുടെ മോയ്സ്ചറൈസർ ലോഷൻസ് ഒക്കെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഡെർമയുടെ പ്രൊഡക്റ്റ് ഉണ്ട്. അങ്ങനെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് മേക്കപ്പ് പ്രൊഡക്ട്സുകളും ഇവിടെ ഉണ്ട്. ഈ ഫൗണ്ടേഷൻ ക്രീമുകൾ, ലിപ്സ്റ്റിക്ക്, ലിപ് ലൈനർ, മോയ്സ്ചറൈസർ ക്രീമുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് പറഞ്ഞാൽ തീരില്ല. അത് നിങ്ങളവിടെ വന്നിട്ട് നോക്കിയാലാണ് കേട്ടോ മനസ്സിലാവുള്ളൂ. അങ്ങനെ ദാ ഈ സെക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ അതാ വലിയ വലിയ തൂങ്ങൽ കമ്മലുകളാണ് കേട്ടോ. അതിൽ കല്ല് വെച്ചതുണ്ട്. ഇത് കളർ പോവാത്ത സൈസാ തോന്നുന്നു കേട്ടോ. അതിനെന്തോ ഒരു പേരാ ചേച്ചി പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടണില്ല. അപ്പോൾ ആ സെക്ഷനുകൾ ഞാൻ ചെറുതായിട്ടൊന്ന് നോക്കിയിട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതിൻ്റെ മുകളിൽ തന്നെ വിലകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചു. പിന്നെ നമ്മൾ ഭരതനാട്യത്തിനൊക്കെ യൂസ് ചെയ്യില്ലേ, അതുപോലത്തെ ക്ലാസിക്കൽ ഡാൻസിനൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ നല്ല കല്ല് വെച്ച കമ്മലുകൾ പല മോഡലുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. മുത്ത് വെച്ചത്, കല്ല് വെച്ചത്, പിന്നെ റിങ് ആയിട്ടുള്ളത് ഇടുന്നത്, പിന്നെ പാലക്ക പോലത്തെ മാലകൾ, ഇതൊക്കെ നമുക്ക് സാരി കൊടുത്തിട്ട് ഇത് ഇടുമ്പോൾ നല്ല ചന്തം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ജിമിക്കികൾ കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ജിമിക്കികളാണ്, വെറൈറ്റി മോഡലുകൾ, ഇങ്ങനെ മുത്ത് വെച്ചിട്ടുള്ള ജിമിക്കികൾ നിറയെ ഉണ്ട്. പിന്നെ അതാ മുത്ത് വെക്കാത്ത ഇങ്ങനെ പരന്ന ടൈപ്പ് മൈപ്പീലി പോലത്തെ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാൻ ഈ സാധനങ്ങളൊന്നും ഇടാത്ത കാരണം എനിക്കിത് കാണാൻ ഇഷ്ടമാണ്. അപ്പം അത് ഞാൻ അങ്ങനെ കണ്ട് ആസ്വദിച്ചു. പൂരം വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒരുപാട് കാണുക അല്ലേ. പക്ഷെ അത് അത്ര ക്വാളിറ്റി ഉണ്ടാവണം എന്നില്ല. പക്ഷെ ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് കേട്ടോ. പിന്നെ ഒരുപാട് ട്യൂടെക്സ്, നെയിൽ പോളിഷ് അങ്ങനെ പറയായിരിക്കും സുഖം. അപ്പോൾ നെയിൽ പോളിഷ് ഒരുപാടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഏട്ടൻ പറഞ്ഞു ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇനി വരുമ്പോൾ നമുക്ക് കൂടുതൽ പർച്ചേസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ബൊമ്മ കുട്ടികൾ കീ ഇല്ലേ, അത് കണ്ടപ്പോൾ കുട്ടപ്പായ്ക്ക് ഒരിടയിളക്കം. പക്ഷെ മേടിക്കണ്ട പറഞ്ഞു ഞാൻ കേട്ടോ. കുങ്കുമം നോക്കിയപ്പോൾ കുങ്കുമം ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇതൊക്കെ നോക്കി കുട്ടപ്പായി ഇതാ എനിക്ക് പ്ലക്കർ എടുത്ത് തരുന്നു കേട്ടോ. ഞാൻ പിരിയം പ്ലക്ക് ചെയ്യുന്ന ഒരു സാധനം മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുട്ടപ്പായി അവിടെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നു. കുപ്പിയോളം കണ്ടപ്പോൾ ഇങ്ങോട്ട് ഓടി വന്നു.
അപ്പോൾ ഒരു സമയത്ത് എനിക്ക് കുപ്പിവള നല്ല ഭ്രാന്തുണ്ടായിരുന്നു. ഇങ്ങനെ ഗിൽറ്റുള്ള ചെറിയ കമ്പിവളകളൊക്കെ നല്ല ഭ്രാന്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി കല്യാണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടുന്ന് ഒരു സെറ്റ് മേടിച്ച് പോവാന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചു. വെറുതെ ഞാൻ മേടിക്കണില്ല, ഞാൻ ഇങ്ങോട്ട് പോകണമെന്നില്ല, വീട്ടിൽ തന്നെയല്ലേ. അപ്പോൾ എനിക്ക് അതിന് ഒരുപാട് വളകൾ ഇടണതും വലിയ ഇഷ്ടമില്ല. മേടിച്ചാൽ തന്നെ അന്നത്തെ ഒരു ദിവസം ഇടും, പിന്നെ ഇടില്ല. അപ്പോൾ അതുകൊണ്ട് വളയുടെ സെക്ഷനിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു കേട്ടോ. അവിടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും തന്നെ മേടിച്ചിട്ട് പോരുള്ളൂ. അത്ര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ വലിയ മാലകൾ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു പൂതി അതൊന്ന് ഇട്ട് നോക്കാൻ. അങ്ങനെ ആ ചേച്ചിയുടെ അടുത്തുനിന്ന് അത് മോളിന്ന് എടുത്തിട്ട് ഞാനൊന്ന് ഇട്ട് നോക്കാണ് കേട്ടോ. ഇതെങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ? നിങ്ങൾ ആദ്യമായിട്ട് കാണാവോ ഞാൻ ഇത്രയും വലിയ മാലയൊക്കെ ഇട്ടിട്ടില്ലേ? അപ്പം നമ്മളത് ആ സെക്ഷൻ മൊത്തം എടുത്തിട്ട് ആ സെറ്റില്ലേ, ആ സെറ്റ് മൊത്തം എടുത്തിട്ട് നോക്കുകയാണ് കേട്ടോ. അതിൽ ആ ചെറിയ ആ കുടുങ്ങി കിടക്കണ കുടുക്കിയും കമ്മലും അതിൻ്റെ കൂടെ 2 കമ്മലുകൾ, ഒന്ന് വലുതും ഒന്ന് ചെറുതും. അപ്പം അതൊക്കെ കാണാൻ നല്ല ചന്തമുണ്ട്. ഓരോന്നായിട്ട് മേടിക്കാൻ കിട്ടും എന്നാണ് അവർ പറയണത് കേട്ടോ. അങ്ങനെ എന്താ വാച്ചുകളുണ്ട്, ഒരുപാട് കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ചെറിയ കുട്ടികളെ കുളിപ്പിക്കുന്ന ലോഷൻസ് ഒക്കെ ഇല്ലേ, പിന്നെ ബാഗുകളുണ്ട്. എന്താ പറയണ്ട്, പറഞ്ഞാൽ തീരില്ല, അത്രയും ഐറ്റംസ് ഉണ്ട്. ചെറിയ ചെറിയ ബണ്ണുകൾ, മുടിക്ക് ഡാമേജ് ഒന്നും വരാതെ ഇരിക്കാനുള്ള ബണ്ണുകളില്ലേ, അങ്ങനത്തെ ബണ്ണുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനത്തെയാണ് കേട്ടോ കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. പണ്ട് കാലത്തൊക്കെ ക്ലിപ്പ് യൂസ് ചെയ്തിരുന്നു, പക്ഷെ ക്ലിപ്പ് ഇടുന്ന ഭാഗത്ത് എനിക്ക് കായ വരികയായിരുന്നു കേട്ടോ. നമുക്ക് അറിയില്ലല്ലോ, ഓരോന്ന് അനുഭവിച്ചാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്താ മുഖത്തിടുന്ന ഷീറ്റില്ലേ, ഈ വൈറ്റമിൻ സിയുടെ അങ്ങനത്തെ ഓരോ ഷീറ്റുകൾ, ഫേസ് മാസ്ക് ഷീറ്റുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുവിധം സാധനങ്ങളൊക്കെ നോക്കി നോക്കി അവസാനം ലിപ് ബാമിൻ്റെ അവിടെ എത്തി. ഇത് കണ്ടപ്പോൾ കുട്ടപ്പായ്ക്ക് ഒരിടകളൊക്കെ വന്നു കേട്ടോ മേടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരെണ്ണം ഇരിക്കണ കാരണം നമ്മൾ മേടിച്ചില്ല കേട്ടോ. അങ്ങനെ എന്താ പ്ലക്കർ ഒരെണ്ണം എടുത്തു. പക്ഷേ അത് 3 ഉള്ള കാരണം എനിക്ക് ഒരെണ്ണല്ലേ വേണ്ടുള്ളൂ. പിന്നെ എന്തിനാ 3 ആവശ്യം വിചാരിച്ചിട്ട് നമ്മളത് അവിടെ തന്നെ വെച്ചു കേട്ടോ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ദാ കളർ പോവാത്ത കമ്മലിൻ്റെ മുകളിലേക്ക് ഒന്നും കൂടി നോക്കി ഞാൻ. നല്ല ഭംഗിയുണ്ടായിരുന്നു കണ്ടോ. ആ വെള്ളമുത്തത്ത് ഒരുപാട് വെള്ളമുത്ത് കണക്ട് ചെയ്തിട്ട് ലാസ്റ്റ് അടിയിലൊരു തൂക്ക് വരുന്ന പോലത്തെ കമ്മലില്ലേ, അത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നൂലിൻ്റെ മുകളിൽ അടിയിലൊരു മുത്ത് വരണ പോലെ, മഴത്തുള്ളി പോലെ, അങ്ങനത്തെയൊക്കെ നല്ല പേള് വെച്ചിട്ടുള്ള കമ്മലുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുട്ടപ്പായ അടക്കം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കമ്മലുകൾ. അങ്ങനെ എല്ലാം കണ്ടു ആസ്വദിച്ചു. നമ്മുടെ നാട്ടിലൊരു കടയല്ലേ, അപ്പം നമ്മൾ തുടങ്ങിയിട്ട് ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെ എന്താ പറയണ്ട്. അങ്ങനെ എല്ലാം കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഒരു കമ്മലും അവിടുന്ന് വാങ്ങിച്ചു. നല്ല ജിമിക്കാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങളൊന്ന് പറയണേ. അങ്ങനെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ നോക്കാണ് കേട്ടോ. ഓക്കെ ശരിക്കും എൻ്റെ എന്താ MRP 699. ഏയ് കുഞ്ഞപ്പ, അവിടെ അല്ലേ ഇഷ്ടം പോലെ സ്പ്രേ ആയിരിക്കണ്, പിന്നെ എന്തിനാ പുതു മേടിക്കണ്? കുട്ടപ്പയ്യെ എൻ്റെ അച്ഛന് സ്പ്രേ തിന്നാനുള്ള അവിടെ ഇരിക്കുന്ന അത്ര കളക്ഷൻസ് ഉണ്ട് അവിടെ. എന്താ എടുത്ത നോട്ടെ എവിടെ? ഇപ്പൊ ഇവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മൾ ഇറങ്ങാണ്. ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. പുതിയ കളക്ഷൻസ് വരുന്ന പറയണത്. അപ്പൊ വരാട്ടാ. ഫാൻസിയുടെ ഐറ്റംസിന്റെ അവിടെ ഒരുപാട് താത്തന്മാരും ചെറിയ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബുക്കും ഐറ്റംസ് ഒക്കെ സ്കൂൾ തുറക്കുന്ന സമയമായതുകൊണ്ടേ ഒരുപാട് തിരക്കാണ് അവിടെ. അപ്പം നമ്മളെന്താ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞു. ഇറങ്ങണ സമയത്ത് കുട്ടപ്പായ പറഞ്ഞു അച്ഛമ്മക്കൊരു മന്തി കഴിക്കാന്ന്. അങ്ങനെ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയത് ഏലാബിക്കാടെ കടയിലേക്കാണ് കേട്ടോ. അവിടുത്തെ അൽഫാം മന്തി നല്ല രുചിയാണ്. അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് ഒരുപാട് നാളായി കേട്ടോ. അപ്പം എന്തായാലും അതൊന്ന് കഴിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അങ്ങനെ ഇറങ്ങി ഏട്ടനോട് ചോദിച്ചു എത്ര പൊട്ടി ഏട്ടാ? അപ്പോൾ ഏട്ടൻ പറഞ്ഞു അധികമൊന്നും ആയിട്ടില്ല, കുറച്ചായിട്ടുള്ളൂ എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയൊന്നും ആയില്ല കേട്ടോ, കാരണം നമ്മൾ ബാഗൊന്നും മേടിച്ചില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ബാഗ് മേടിക്കാത്തതുകൊണ്ട് തന്നെ അധികം പൈസയൊന്നും ആയില്ല. അങ്ങനെ നമ്മൾ ഏലാബിക്കാടെ കടയിലെത്തി ഫുഡ് കഴിക്കാതിരിക്കാണ് കേട്ടോ. അപ്പോൾ കുട്ടപ്പായോട് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ കുട്ടപ്പായ പറഞ്ഞു അമ്മ അതൊന്നും വീഡിയോ എടുക്കണ്ട കേട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താടാ വീഡിയോ എടുത്താൽ? ഞാൻ കഴിക്കണമെന്നൊന്നും അമ്മ വീഡിയോയിൽ കാണിക്കരുത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കാണിക്കും, എന്താ കാണിച്ചാൽ ചോദിച്ചാൽ. അപ്പോൾ അവൻ എന്താടാ മേശയുടെ അടിയിലേക്ക് പോകണുണ്ടോ. അപ്പം നമ്മൾ മന്തി കഴിക്കാതിരുന്നിട്ട് മന്തിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ സന്തോഷമായിട്ട് അവിടെ നിന്ന് പോന്നു. കൈ കഴുകാൻ പോണോടത്ത് ഇതുപോലെ ഒരു മിറർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നോക്കിയിട്ട് ഞാൻ എൻ്റെ പല്ല് പോന്നതൊന്ന് ടെസ്റ്റ് ചെയ്തതാ. അപ്പോൾ ഈ നമ്മുടെ പല്ല് മുന്നേ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 2 സൈഡത്തെ പല്ല് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. പല്ല് പറിക്കാതെയാണ് കെട്ടിയതേ. അപ്പോൾ ഞാൻ ഏട്ടനോട് പറയുന്നുണ്ട് പല്ല് ഡോക്ടറെ അടുത്തേക്ക് ഒന്ന് പോവാന്ന്. പക്ഷേ ഏട്ടൻ കൂട്ടാക്കണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ആറങ്ങോട്ടിരുന്ന് പോന്നു. അപ്പോഴാണ് മീൻ മേടിക്കാൻ മറന്നത്. മഴ വരുമ്പോഴേക്കും വേഗം വീട്ടിലേക്ക് എത്താന്ന് പറഞ്ഞിട്ട് പോകുന്നതാ. അപ്പോൾ അവിടെ നിന്ന് മീനൊക്കെ മേടിച്ചു. പിന്നെ വരണ വഴിക്ക് അമ്മയ്ക്ക് മാംഗോ ബാർ മേടിച്ചു കേട്ടോ.
നമ്മൾ ആറൻകുട്ടിക്ക് വീണ്ടും പോയിട്ട് മീനൊക്കെ മേടിച്ചിട്ട് വരുന്ന വഴിക്ക് അമ്മയ്ക്ക് മാംഗോ ബാറൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. ഇനി എവിടെയും നിന്നില്ല, കാരണം എന്താ വെച്ചാൽ നല്ല മഴക്കാറുണ്ട്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോട്ടൊന്നും എടുത്തിട്ടില്ലേ, അപ്പോൾ ആകെ നനഞ്ഞ് പിണ്ടിയാവും. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നേരെ വീട്ടിലേക്ക് പോന്നു. നമ്മൾ കുന്നും മലയൊക്കെ ഇറങ്ങി നേരെ വീട്ടിലേക്ക് വന്നു. പോരുന്ന വഴിയിൽ കുട്ടപ്പായോട് ഞാൻ ചോദിക്കുന്നുണ്ട് ബാഗ് കിട്ടാത്തതിന് സങ്കടം ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞില്ലേ അമ്മ ബാഗ് ഇക്കൊല്ലം മേടിക്കണ്ടെന്ന്, അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പരാൾക്ക് മേടിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇക്കൊല്ലം നമ്മൾ എന്തായാലും ഇപ്പം ബാഗ് മേടിക്കണില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു, അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ ജിമിക്ക്, ഞാൻ ഇട്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഓർക്കണത്. അപ്പോൾ ഈ കമ്മൽ എനിക്ക് ഭംഗിയുണ്ടോ? അപ്പോൾ ഒരുപാട് നാളെ ഞാൻ ജിമിക്ക് ഇട്ടിട്ട്, അപ്പോൾ ഇതിട്ടപ്പോൾ കുട്ടപ്പായി പറഞ്ഞു ഒരുപാട് നാളമ്മ സ്റ്റഡ് ഇട്ടിട്ട് ഇത് പെട്ടെന്ന് ഇട്ടപ്പോൾ എന്തോ പോലെയെന്ന്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയൂട്ടോ. അപ്പോൾ ടാറ്റാ.